ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 42 ഭാഗം. അമ്മേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 635 നാമമായി ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് ഗൗരി എന്ന നാമമാണ്. തിളങ്ങുന്ന ശോഭയുള്ള ശരീരത്തോടു കൂടിയവൾ എന്നാണ് ഗൗരി എന്ന നാമത്തിന് അർത്ഥം. ഗൗരി എന്നാൽ പാർവതീദേവിയുടെ ഒരു പര്യായ പദമാണ്. ദുർഗാദേവിയുടെ നവദുർഗാ സങ്കല്പത്തിലെ 8ാം ഭാവമാണ് മഹാഗൗരി. മഹിഷാസുര വധത്തിനായി 9 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ദേവി 9 ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ. നവരാത്രി സമയത്ത് ദേവി 9 ഭാവങ്ങളിലായി ആരാധിക്കപ്പെടുന്നു. ഈ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ദിവസം ദേവിയെ ശൈലപുത്രിയായിട്ടാണ് പൂജിക്കുന്നത്. ഹിമവാന്റെ പുത്രിയായ നന്ദിവാഹനയായ ശൈലപുത്രി. പാർവതീദേവിയുടെ ബാല്യകാലമാണ് ശൈലപുത്രി സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി ബ്രഹ്മചാരിണി. സന്യാസി ഭാവത്തിലുള്ള ദുർഗാദേവിയെയാണ് 2ാം ദിവസം ആരാധിക്കുന്നത്. ശിവനെ ഭർത്താവായി ലഭിക്കാനായി തപസ് ചെയ്യുന്ന പാർവതീദേവിയുടെ രൂപത്തിലുള്ള ദുർഗാദേവി. രുദ്രാക്ഷവും പൂക്കളും ധരിച്ചവളായ ദേവി. മൂന്നാമതായി ചന്ദ്രഘണ്ഠ. ശത്രുക്കളോട് മത്സരിക്കാൻ ശൗര്യവും ശക്തിയും നൽകുന്ന ചന്ദ്രഘണ്ഠ. സിംഹവാഹനയായ ദേവി. ദേവിക്ക് 10 കൈകളുണ്ട്. 10 കൈകളിലായി പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നിവ ധരിച്ചവൾ. 4ാമത്തെ ദിവസം ദേവിയെ കൂഷ്മാണ്ഡ എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. ജീവൻ്റെ ഒരു കണികയായിട്ടുള്ള അണ്ഡം അല്ലെങ്കിൽ ഓവം ആ രൂപത്തിൽ നിലനിൽക്കുന്ന ദേവി ആദിപരാശക്തിയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ ആദി കാരണമായ ആദിപരാശക്തിയുടെ രൂപമാണ് കൂഷ്മാണ്ഡ. 5ാമതായി സ്കന്ദമാത. കാർത്തികേയകുമാരൻ്റെ സുബ്രഹ്മണ്യൻ്റെ അമ്മയായ സ്കന്ദമാതയെയാണ് 5ാം ദിവസം പൂജിക്കുന്നത്. 6ാമതായി കാത്യായനി. കാത്യായനി എന്ന നാമം നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ഇതിനു മുന്നേ കണ്ടതാണ്. കാത്യമഹർഷി ആദിപരാശക്തിയെ മകളായി ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ തപസ് ചെയ്യുകയും ആ തപസ്സിൽ സംപ്രീതയായ ആദിപരാശക്തി അദ്ദേഹത്തിൻ്റെ മകളായി ജനിക്കുകയും ചെയ്തു എന്നാണ് കഥ. കാത്യമഹർഷിയുടെ മകളായ കാത്യായനി. കാത്യായനി ഭാവത്തിലാണ് ദേവി മഹിഷാസുരനെ വധിക്കുന്നത്. 7ാമതായി കാളി അല്ലെങ്കിൽ കാളരാത്രി. ഏറ്റവും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ജടയുള്ള കാർക്കൂന്തളും തലയോട്ടി മാലകളും ധരിച്ച കാളി ദേവി. ദാരിക നിഗ്രഹത്തിനായി അവതരിച്ച കാളിമാത. ഭക്തരെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നതിനാൽ കരുണാദേവി, ശുഭകാരി എന്നും കാളിമാതയ്ക്ക് പേരുകളുണ്ട്. 8ാമതായി മഹാഗൗരി. പ്രശാന്തിയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൗരി എന്ന നാമത്തെ പറ്റിയാണ്. ഇവിടെ നിന്നാണ് ഗൗരി എന്ന നാമം വരുന്നത്. ഭക്തരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നവൾ ആണ് മഹാഗൗരി. 4 കരങ്ങളിലായി അഭയവരദമുദ്രകളും ശൂലവും ഠമരുവും ധരിച്ച മഹാഗൗരി. ശരീരവും ആടയാഭരണങ്ങളുമെല്ലാം വെളുത്ത നിറമാണ് ദേവിക്ക്. ദേവി വെളുത്ത കാളയുടെ മേലാണ് സഞ്ചരിക്കുന്നത്. രാഹുദോഷമുള്ളവർ ദേവിയെ മഹാഗൗരി ഭാവത്തിൽ പൂജിക്കണം എന്നാണ് പറയുന്നത്. 9ാമതായി സിദ്ധിദാത്രി. നവരാത്രി 9ാമത്തെ ദിവസം ദുർഗാദേവിയെ സിദ്ധിദാത്രി രൂപത്തിലാണ് ആരാധിക്കുന്നത്. മഹാലക്ഷ്മി തന്നെയാണ് സിദ്ധിദാത്രി. സർവസിദ്ധികളും സർവ ഐശ്വര്യങ്ങളും ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നവൾ എന്ന രീതിയിലാണ് സിദ്ധിദാത്രി എന്ന് വിളിക്കുന്നത്. താമരപ്പൂവിൽ വസിക്കുന്ന മഹാലക്ഷ്മിയുടെ രൂപത്തിലാണ് സിദ്ധിദാത്രിയെ 9ാം ദിവസം ആരാധിക്കുന്നത്. ശ്രീലളിതാദേവിയെ ഗൗരി എന്ന് വിളിക്കുന്നതിലൂടെ ദേവി തന്നെയാകുന്നു ദുർഗ. ആ ദേവി തന്നെയാണ് പാർവതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാമം 636 ഗന്ധർവ സേവിത.
ദേവിയുടെ ലളിതാ ത്രിശതീ നാമത്തിൽ ഹാഹാ ഹൂഹു മുഖസ്തുത്യ എന്നാണ് ദേവിയെ വർണ്ണിക്കുന്നത്. ഹാഹ എന്നും ഹൂഹു എന്നും നാമമായ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥം. ഇനി സംഗീത ദേവതയായ സരസ്വതീ ദേവിയാകട്ടെ തുമ്പുരു, നാരദർ എന്നീ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നു. അപ്പോൾ സംഗീതത്തിൽ പ്രിയമുള്ളവർ മിക്കപ്പോഴും ദേവിയുടെ ഭക്തരാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇപ്രകാരം ഗന്ധർവന്മാരാൽ പൂജിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. 637 വിശ്വഗർഭ. ദേവിയെ വിശ്വമാത എന്നും വിശ്വജനനി എന്നും മുൻപുള്ള നാമങ്ങളിൽ വർണ്ണിച്ച് കാണാം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്ക് ആധാരമായ ദേവി എന്ന അർത്ഥം. 638 നാമം സ്വർണഗർഭ. മഹാപുരുഷ സൂക്തത്തിലും വിശ്വകർമ്മ സൂക്തത്തിലും നാരായണ സൂക്തത്തിലും കാണാവുന്ന ഹിരണ്യഗർഭ എന്ന ആശയത്തെ പറ്റിയാണ് ഇവിടെ പരാമർശം. മഹാപ്രളയത്തിന് ശേഷം പ്രപഞ്ചം മുഴുവൻ അന്ധകാരത്തിലായി. ഒരു ശബ്ദം പോലും ഇല്ലാതിരുന്ന ആ സമയത്ത് ഒരു സ്വർണ അണ്ഡം രൂപപ്പെട്ടു. ജീവൻ്റെ ഒരു കണികയായ അണ്ഡം അത് രൂപപ്പെട്ടു. ആ അണ്ഡമായി അവതരിച്ചത് ദേവിയാണ് എന്നതാണ് വിശ്വാസം. ഈ അണ്ഡത്തോട് സ്വയംഭൂവായ ബ്രഹ്മം ചേർന്നാണ് ഇവിടെ ജീവൻ ഉണ്ടായത് എന്നാണ് കഥ. ഒരു കോസ്മിക് എഗ് എന്നൊരു സങ്കല്പം ഈ സ്വർണ്ണ അണ്ഡം അല്ലെങ്കിൽ എല്ലാത്തിനും ആധാരശക്തിയായ ഒരു എഗ്, അത് ഭാരതീയ പുരാണങ്ങളുടെ മാത്രം ഭാഗമല്ല. ലോകത്തെവിടെയുള്ള മിത്തോളജി എടുത്താലും സൃഷ്ടിക്ക് കേന്ദ്രമായ ഈ ഒരു അണ്ഡത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. ജീവൻ്റെ ആധാരശിലയായ ആ ഹിരണ്യഗർഭമായി സ്വർണഗർഭയായി അവതരിച്ചത് ശ്രീലളിതാ ത്രിപുര സുന്ദരി തന്നെ എന്ന വർണ്ണന. നാമം 639 അവരത. എന്നാൽ ആസുരിക ശക്തികളെ നശിപ്പിക്കുന്നവളെന്ന് അർത്ഥം. കഥകളിൽ ദേവി ഭണ്ഡാസുരനെ നിഗ്രഹിച്ചു, ശുംഭനിശുംഭന്മാരെ നിഗ്രഹിച്ചു, മഹിഷാസുരനെ വധിച്ചു എന്നൊക്കെ നമുക്ക് കേൾക്കാം. അസുരന്മാരെ നിഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ദേവി നമ്മുടെ ഉള്ളിലെ ആസുരിക ശക്തികളെ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ളവളാണ് എന്നാണ് യഥാർത്ഥ വർണ്ണന. അധികാരമോഹമാകാം, അസൂയയാവാം, ക്രോധമാകാം. ഈ വിധത്തിൽ നമ്മളെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന ആസുരിക ശക്തികളെ നശിപ്പിക്കാനാണ് നമ്മൾ ദേവീ ഭജനം നടത്തുന്നത്. നമ്മുടെ ആശങ്കകളും ആകുലതകളും ഒക്കെ ഈ വിധത്തിൽ ആസുരിക ശക്തികൾ തന്നെയാണ്. നമ്മളെ കിടന്നുറങ്ങാൻ അനുവദിക്കാത്ത, നമ്മളെ കോൺഫിഡൻ്റായി ജീവിക്കാൻ അനുവദിക്കാത്ത എന്തും നമ്മുടെ ഉള്ളിലെ ആസുരിക ശക്തി തന്നെയാണ്. ഇതിനെ നശിപ്പിക്കാനാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെ നമ്മൾ പൂജിക്കുന്നതും. അപ്പോൾ ദേവീ ഭജനം കൊണ്ട് ഈ ആസുരിക ശക്തികളെ നിഗ്രഹം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. 640 നാമം വാഗധീശ്വരി. ദേവി സരസ്വതിയുടെ മറ്റൊരു നാമമാണ് വാഗധീശ്വരി. നല്ല വാക്കുകൾ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് കനിഞ്ഞനുഗ്രഹിക്കുന്ന ദേവി ലളിതാംബിക. ഏറ്റവും ക്രിയേറ്റീവായ രീതിയിൽ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് നൽകുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിൽ ദേവിയെ വാഗധീശ്വരി എന്ന് വിളിക്കുന്നു. ഇതിനൊപ്പം തന്നെ അവശ്യ സമയങ്ങളിൽ മൗനമായിരിക്കാനുള്ള കഴിവും നൽകുന്നത് ദേവി തന്നെ. നാമം 641 ധ്യാനഗമ്യ. ദേവിയെ ഇതിനു മുൻപ് ഭക്തിഗമ്യ എന്ന് വിളിച്ചിരുന്നു. ഭക്തി കൊണ്ട് മാത്രം എത്തിപ്പിടിക്കാനാവുന്ന ഒരു ഉയരമാണ് ദേവി ലളിതാംബികയുടേത്. ഇവിടെ ദേവിയെ ധ്യാനഗമ്യ എന്ന് വിളിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു അതീന്ദ്രിയ ജ്ഞാനമാണ് ദേവി ലളിതാംബിക എന്ന് പറയുന്നത്. നമ്മൾ കണ്ണുകളടച്ച് അകത്ത് നടത്തുന്ന ഒരു അന്വേഷണമാണ്. ധ്യാനനിരതരായിരിക്കുമ്പോൾ മാത്രം വെളിവാകുന്ന ഒരു ജ്ഞാനമാകുന്നു ദേവി ലളിതാംബിക. അതിനാലാണ് ദേവിയെ ധ്യാനഗമ്യ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയെ തേടി അലയാം. അമ്പലങ്ങൾ
സന്ദർശിക്കാം, അവിടെ വഴിപാടിന് പണം ചെലവാക്കാം, സമയം ചെലവാക്കാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സാലോക്യം കൊണ്ട്, സാലോക്യ പദം കൊണ്ട് ദേവിയിലേക്ക് എത്തുക സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദേവി ധ്യാനഗമ്യാണ്. ധ്യാനം കൊണ്ട് മാത്രം ഗമിക്കാവുന്ന വഴിയാണ് ദേവിയുടേത്.